എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് ഡിവിഷനും ചേർന്ന് അവതരിപ്പിക്കുന്ന ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരുപാട് വർഷങ്ങളായി വിവിധ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ വ്രതാനുഷ്ഠാനം, അതായത് നൊയമ്പ് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ റമസാൻ മാസം അടുത്തു വരുന്നു. തീർച്ചയായും വിശ്വാസ സമൂഹം നോമ്പിലേക്കൊക്കെ കടക്കും. പക്ഷേ ചില ആളുകൾക്ക് കൃത്യമായി നോമ്പ് എടുക്കാൻ പറ്റില്ല എന്നും ചിലർക്ക് നോമ്പെടുക്കുക, അത് മതപരമായ ചില വിശ്വാസങ്ങളും അതുപോലെ തന്നെ നിബന്ധനകളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ചില ആളുകൾക്ക് എത്രത്തോളം അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നറിയില്ല. നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് വ്രതാനുഷ്ഠാനവും ഗർഭിണികളും എന്നുള്ളതാണ്. ഗർഭാവസ്ഥയിലുള്ള ഒരാൾക്ക് നോയമ്പെടുക്കാൻ സാധിക്കുമോ, അതെങ്ങനെ നോയമ്പെടുക്കാം, അല്ലെങ്കിൽ ആർക്കൊക്കെ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഈ നോമ്പിനോടനുബന്ധിച്ചിട്ട് ആരോഗ്യ ദർശനത്തിൽ ഉൾപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അനാമിക ഫ്രാൻസിസ്, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ സമയത്തിൽ, നോയമ്പാണ്. അപ്പോൾ ഈ നോയമ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ, വിശ്വാസമുള്ള ആളുകളൊക്കെ അതൊരു വലിയ കാര്യമായിട്ട് ഏറ്റെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഗർഭിണികളായിട്ടുള്ള ആളുകൾക്ക് നോമ്പെടുക്കാമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഗർഭാവസ്ഥയിലുള്ള ആളുകളെ എത്രത്തോളം നോമ്പ് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗർഭിണികളാകുമ്പോൾ അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കുമോ, അങ്ങനെ തുടങ്ങാം നമുക്ക്, എന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. ഈ റംദാൻ മാസം അടുക്കുമ്പോൾ എല്ലാ ഗർഭിണികൾക്കുമുള്ളൊരു സംശയമാണ് വ്രതമെടുക്കാവോ, അല്ലെങ്കിൽ ഗർഭിണികൾക്കും അവരുടെ വീട്ടുകാർക്കും ഉള്ള ഒരു ആകുലതയാണ്. വ്രതമെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ പ്രഗ്നൻസിയിൽ അത് സേഫാണോ വ്രതം എടുക്കുന്നത് എന്നത്. ആരോഗ്യവതിയായ ഒരു ഗർഭിണിക്ക് വ്രതമെടുക്കാവുന്നതാണ്. ഗർഭാവസ്ഥയിൽ വ്രതമെടുക്കുമ്പോൾ അമ്മയ്ക്കോ ഗർഭിണിക്കോ കുഞ്ഞിനോ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല എന്നാണ് ഭൂരിഭാഗം പഠനങ്ങളും പറയുന്നത്. വളരെ ചുരുക്കം പഠനങ്ങൾ കുഞ്ഞിന് തൂക്കക്കുറവ് വരാനും അല്ലെങ്കിൽ ഗർഭിണിക്ക് മാസം തികയാതെ പ്രസവവേദന വരാനും സാധ്യതയുള്ളതായി പറയുന്നു. പക്ഷെ എങ്കിലും കംപ്ലീറ്റ് ആരോഗ്യവതിയായ ഗർഭിണിക്ക്, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും പ്രഗ്നൻസിയിൽ ഇല്ലാത്ത ഗർഭിണിക്ക് വ്രതം എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ തുടക്കത്തിൽ കുറേ ആളുകൾക്ക് വരുന്നൊരു സംശയം ഭക്ഷണത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കൃത്യമായി ഇപ്പോൾ ഗർഭാവസ്ഥയിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങളുണ്ട്, അവർക്ക് ലഭിക്കേണ്ട എനർജറ്റിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു റൊട്ടീൻ തെറ്റിപ്പോകുന്നൊരു സംവിധാനമാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന 3 നേരം അല്ലെങ്കിൽ 4 നേരം, അല്ലെങ്കിൽ കഴിക്കാൻ വെള്ളം കഴിക്കാം, അതൊക്കെ മാറുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ അത്രയും 11 മാസക്കാലം എങ്ങനെ ജീവിച്ചുവോ അതിൽ നിന്നെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. അപ്പം നോർമലി പോകുന്ന ഒരാൾക്ക് വലിയ കുഴപ്പങ്ങളുണ്ടാവില്ലല്ലോ. പക്ഷേ ഈ ഗർഭാവസ്ഥയിൽ വരുന്ന ആൾക്ക് ഇപ്പോൾ തുടക്കം മുതൽ, ഇപ്പോൾ ഗർഭിണിയായ സമയം മുതൽ നോയമ്പ് വരുമ്പോൾ പലർക്കും എനിക്ക് എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടാകും. ആ ഒരു സമയം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, തുടക്കം മുതൽ? ഗർഭാവസ്ഥയിൽ നമുക്ക് പല ട്രൈമസ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. എല്ലാ ട്രൈമസ്റ്ററിലും വ്രതം എടുക്കുന്നത് സേഫാണ്. നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഗർഭാവസ്ഥയിൽ പൊതുവെ നമ്മൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ അത്യാവശ്യം വേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഗർഭാവസ്ഥയിൽ വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളാണോ അല്ലെങ്കിൽ ജലാംശമുള്ള ഭക്ഷണ പദാർത്ഥമാണോ കഴിക്കുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ പറഞ്ഞു, നമ്മളുടെ സൈക്കിൾ മാറുകയാണ്. പകൽ മുഴുവൻ ഫാസ്റ്റിംഗ് ആണ്, രാത്രി നേരങ്ങളിൽ അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷമാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് വ്രതം അനുഷ്ഠിക്കുമ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. ഒരു 10 മുതൽ 15 ഗ്ലാസ് വരെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. കൂടാതെ ഭക്ഷണം കഴിക്കുമ്പോൾ 3 നേരം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. നോമ്പ് തുടങ്ങുമ്പോൾ, നോമ്പ് തുറക്കുമ്പോൾ, കിടക്കുന്നതിന് മുന്നേ, കിടക്കുന്നതിന് നല്ലത് 1 മണിക്കൂർ മുന്നെങ്കിലും ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഭക്ഷണ പദാർത്ഥങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കഴിക്കണം. പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ഗർഭിണിക്കും ആരോഗ്യകരമായ കുഞ്ഞിനും വേണ്ടത് അയൺ, കാൽഷ്യം, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇപ്പോൾ അയണുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫ്രൂട്ട്സ് ആണെങ്കിൽ അനാർ അല്ലെങ്കിൽ നെല്ലിക്ക, പിന്നെ ഡേറ്റ്സ്, അതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇറച്ചി, മീൻ, അതിലെല്ലാം അയൺ കണ്ടൻറ്റ് ഉണ്ട്. അതുപോലെ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ, മുട്ട, പാല്, പയറുവർഗ്ഗങ്ങൾ, മീൻ, അതെല്ലാം. ഇനി കാൽഷ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, എഗെയിൻ പാല്, മുട്ട,
തൈര്, ചീസ് ഇവയെല്ലാം കഴിക്കാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കാരണം ഒരു കുഞ്ഞിൻ്റെയും ഗർഭിണിയുടെയും ആരോഗ്യത്തിന് ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ്. ഇനി ഇത് കൂടാതെ ഗൈനക്കോളജിസ്റ്റ് ഓൾറെഡി തരുന്ന അയൺ, കാൽഷ്യം, ഫോളിക് ആസിഡ് ടാബ്ലറ്റുകൾ കഴിക്കാൻ മുടക്കരുത്. അത് നിങ്ങൾ നോമ്പ് തുറന്ന് വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് അയൺ, കാൽഷ്യം ഒരുമിച്ച് കഴിക്കരുത്. ഇപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ അയൺ കഴിക്കുകയാണെങ്കിൽ നോമ്പ് കഴിയുമ്പോൾ കാൽഷ്യം കഴിക്കുക, അങ്ങനെ ശ്രദ്ധിക്കാം. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്, ജലാംശം, ശരീരത്തിലെ ജലാംശം വേഗം പോകുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ലൈക്ക് ഇപ്പോൾ ഭക്ഷണത്തിൽ അധികം മധുരമുള്ളത് അല്ലെങ്കിൽ അധികം ഉപ്പുള്ള ഭക്ഷണങ്ങൾ, ലൈക്ക് അച്ചാർ അല്ലെങ്കിൽ ഉപ്പിലിട്ട നട്ട്സ്, അത് പിന്നെ ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, സോഡ, കോള, കഫീനായിട്ട് റിച്ച് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, ചായ, കാപ്പി, അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ, എണ്ണയിൽ വറുത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഇവയെല്ലാം നമ്മുടെ ശരീരത്തിലെ ജലാംശം കൂടുതൽ എടുക്കുന്നതും അത് ജലാംശം കുറയ്ക്കുന്നതുമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അപ്പോൾ ഫാസ്റ്റിങ്ങിലായിരിക്കുന്ന ഒരു ഗർഭിണിക്ക് കൂടുതൽ ക്ഷീണം വരാനും ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറയാനും ജലാംശം കുറയാനും എല്ലാം വഴിയൊരുക്കും. അപ്പം ഇതെല്ലാം ശ്രദ്ധിച്ച് ആരോഗ്യകരമായ രീതിയിൽ വ്രതം അനുഷ്ഠിക്കുന്നത് പ്രഗ്നൻസിയിൽ സേഫാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എണ്ണ പലഹാരങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ വ്രതാനുഷ്ഠാന സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണം, പറഞ്ഞത് കൃത്യമാണ്. ഈ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ഈ ഡൈജഷൻ എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട് ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർ ഈ ദിവസം മുഴുവൻ ഭക്ഷണം ഒഴിവാക്കുകയും വൈകിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ അതിനൊരു അളവും കാര്യങ്ങളും കൃത്യമായിട്ട് വേണ്ടതുണ്ടാവില്ലേ? ഇത്ര കഴിക്കാം. ഗർഭാവസ്ഥയുടെ ഒരു നോർമൽ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ആയിരിക്കുമ്പോൾ ബ്ലഡിലെ ഷുഗർ നന്നായി, ഗ്ലൂക്കോസ് നന്നായി കുറഞ്ഞു വരാനും ഭക്ഷണം കഴിച്ചതിന് ശേഷം ബ്ലഡ് ലെവലിലെ ഗ്ലൂക്കോസ് പെട്ടെന്ന് കൂടാനും സാധ്യതയുള്ള അവസ്ഥയാണ് ഗർഭാവസ്ഥ നോർമൽ പ്രഗ്നൻസിയിൽ. അപ്പോൾ ഈ ഒരു ഫാസ്റ്റിങ്ങിലായിരിക്കുന്ന ഒരു ഗർഭിണിക്ക് പെട്ടെന്ന് ബ്ലഡിൽ ഗ്ലൂക്കോസ് കുറയാനും അതിൻ്റേതായ സിംറ്റംസ് വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അധികം ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് ക്രമാതീതമായി കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് തുറക്കുമ്പോൾ ഒരുമിച്ച് ആഹാരം കഴിക്കാതെ മെല്ലെ മെല്ലെ ആദ്യം ഇപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ്സ് ഒരു 3-4 ഡേറ്റ്സ് വെച്ച് തുടങ്ങാം. അധികം മധുരമില്ലാതെ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാം. അങ്ങനെ അതിന് 1 മണിക്കൂറിന് ശേഷം ശരിയായ ആഹാരം കഴിക്കുക. ഇനി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉചിതം. അല്ലെങ്കിൽ ഈ ഗ്യാസ്ട്രൈറ്റിസ് മുതലായ പ്രശ്നങ്ങൾ, നെഞ്ചിരിച്ചൽ, ഒരു വയറിന് അസ്വസ്ഥത മുതലായ ബുദ്ധിമുട്ടുകളെല്ലാം വരാൻ സാധ്യതയുണ്ട്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പല്ല, ബെറ്റർ എപ്പോഴും ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും അവസാന ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. ഇനി നോമ്പ് തുടങ്ങുന്നതിന് മുന്നേയുള്ള ഭക്ഷണം, അത് എപ്പോഴും ഇലക്കറികൾ നിറഞ്ഞതും ജലാംശം നിറഞ്ഞതും പ്രോട്ടീൻ നിറഞ്ഞതുമായ ഭക്ഷണം കഴിക്കുക. കാരണം ഇനിയുള്ള ഫാസ്റ്റിംഗ് പീരീഡിലേക്കുള്ള നിങ്ങളുടെ സ്റ്റോർ ഫുഡാണ് രാവിലത്തെ ആ ഭക്ഷണം. അപ്പോൾ പ്രോട്ടീനുള്ള ഭക്ഷണം അല്ലെങ്കിൽ എനർജി നിറഞ്ഞിട്ടുള്ള ഒരു ഭക്ഷണം, ലൈക്ക് മധുരക്കിഴങ്ങ്, അതെല്ലാം കഴിക്കുന്നതാണ് നല്ലത്. കൂടാതെ ഇലക്കറികൾ ഡൈജഷൻ ശരിയാവാനും ധാരാളം വെള്ളവും കുടിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ ഒരു അളവ് വലിയ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നല്ല ചൂട് കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ തീർച്ചയായും വലിയ രീതിയിൽ പ്രോബ്ലമാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവിന് നമുക്ക് എങ്ങനെ ഒരു ക്രമീകരണം നടത്താൻ പറ്റും നോമ്പ് കാലത്ത് ഗർഭിണികൾക്ക്? നോമ്പ് കാലം വരുന്നത് നമ്മുടെ ചൂടുള്ള സമയത്താണ്. അപ്പോൾ ഓൾറെഡി ചൂടുള്ള സമയത്ത് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവും. അതിൻ്റെ കൂടെ നമ്മൾ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഒന്നും കൂടിയും ഡീഹൈഡ്രേഷനിലേക്ക് പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ദിവസവും 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. പറ്റുമെങ്കിൽ ഒരു 10 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 15 ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അധികം മധുരമില്ലാതെ, ഇപ്പോൾ ജ്യൂസായി കഴിക്കുന്നുണ്ടെങ്കിൽ അധികം മധുരമില്ലാതെ ജ്യൂസ് കഴിക്കാം. അതൊക്കെയാണ് നല്ലത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് കഴിക്കുന്ന വെള്ളം തന്നെ നമുക്ക് ഈ ഡേയിലേക്ക് കൂടി ഒരു സ്റ്റോറേജ് പോലെ ഉണ്ടാവും. സ്റ്റോറേജ് പോലെ ഉണ്ടാവും. നമ്മൾ സാധാരണ വ്രതം അനുഷ്ഠിക്കാത്ത സമയത്ത് പകൽ കുടിക്കുന്ന അത്രയും വെള്ളം നോമ്പ് എടുക്കാത്ത സമയങ്ങളിൽ കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നോമ്പ് എടുക്കുമ്പോൾ തന്നെ എപ്പോഴെങ്കിലും ഒരു ക്ഷീണമോ ശരീരാസ്വസ്ഥ്യമോ
തോന്നുന്നുണ്ടെങ്കിൽ നോമ്പ് നിർത്തി ഭക്ഷണവും വെള്ളവും കുടിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ കൃത്യമായിട്ട് നോമ്പ് എടുക്കാൻ ഗർഭിണികൾക്കെന്ന് പറഞ്ഞു, നോമ്പ് എടുക്കാൻ പാടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഗർഭാവസ്ഥ? ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യവതിയായ ഗർഭിണിക്കാണ് വ്രതം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി അപ്പോൾ ആർക്കൊക്കെ വ്രതം എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ഉചിതമല്ല? ഇപ്പോൾ ഓൾറെഡി ശരീരക്ഷീണമുള്ളവർ, ഇപ്പോൾ ലോ BMI എന്ന് നമ്മൾ പറയും, അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ളവർ, വിളർച്ചയുള്ളവർ, ഇനി പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് ഉള്ളവർ, അമിത രക്തസമ്മർദ്ദമുള്ളവർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കുറവുള്ളവർ, കൂടെ കൂടെ ക്ഷീണം തലകർക്കം വരുന്നവർ, കൂടെ കൂടെ മൂത്രനാളിയിൽ ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നവർ, ഇനി കഴിഞ്ഞ പ്രഗ്നൻസിയിൽ മാസം തികയാതെ ഡെലിവറി ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ കുഞ്ഞിന് തൂക്കക്കുറവ് ഉണ്ടായിട്ടുള്ളവരോ, ഈ പ്രഗ്നൻസിയിൽ കുഞ്ഞിന് വളർച്ചക്കുറവോ തൂക്കക്കുറവോ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ അളവ് കുറവുള്ളവരോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഇരട്ടക്കുട്ടികളോ അതിൽ കൂടുതലുള്ളവരോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ നോമ്പെടുക്കുന്നത് ഉചിതമല്ല. അതുകൊണ്ടാണ് ഏതൊരു ഗർഭിണിയും വ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനു മുൻപ് തന്നെ അവരുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒപ്പീനിയൻ വാങ്ങേണ്ടതാണ്. ഈ ലേറ്റായിട്ടുള്ള ഗർഭം ധരിക്കുന്ന ആളുകൾ പലപ്പോഴും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുറേ കേസസ് അങ്ങനെ വരുന്നുണ്ടല്ലോ. ഗർഭിണിയാവാത്ത അവസ്ഥയിൽ മെഡിസിനൊക്കെ എടുത്ത് ഗർഭം ധരിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ 2, 3, 4, 5 ഇനി 10 വർഷം വരെ ലേറ്റായിട്ട് ചിലപ്പോൾ ഗർഭാവസ്ഥയിലെത്തുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ നോമ്പിൻ്റെയൊക്കെ സമയത്ത് ഈ നോമ്പ് ഒഴിവാക്കുന്നതാണോ അതോ അത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പം? അതും നമ്മുടെ ആരോഗ്യം ബേസ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം അതിൽ വരുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിപ്പോൾ ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയാവുന്നവരെ, അവർക്ക് ഞാൻ പറഞ്ഞല്ലോ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റഡ് ആണെങ്കിൽ തന്നെ അവർ ഓൾറെഡി കുറച്ച് മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റേതായ സൈഡ് എഫക്ട്സ് ഉള്ളവരാണെങ്കിൽ ബെറ്റർ വ്രതം ഒഴിവാക്കുക. ഇല്ല, തീരെ കോംപ്ലിക്കേഷൻസ് ഇല്ല, ഫുൾ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു പ്രഗ്നൻസി പീരീഡ് ആണെങ്കിൽ വ്രതം എടുക്കാവുന്നതാണ്. ഇനി ഏജ് കൂടുന്തോറും ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ, ഇപ്പോൾ ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അമിത രക്തസമ്മർദ്ദം എല്ലാം ഈ പ്രഗ്നൻസിയിൽ ഉണ്ടെങ്കിൽ വ്രതം എന്തായാലും എടുക്കാതിരിക്കുന്നതാണ് ഉചിതം. ഇപ്പോൾ ഈ നോമ്പുകാലം വരുന്നു, ഈ പലർക്കും പല രീതിയിൽ സ്വയം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം തീരുമാനിക്കുന്നതല്ലേ നല്ലത്? അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഡോക്ടറെ സമീപിക്കുകയാണോ, അല്ലേ? അത് ആ നിർദ്ദേശം അനുസരിച്ച് പോവുകയാണോ, അതോ അല്ലെങ്കിൽ? തീർച്ചയായും ഓരോ ഗർഭിണിയും വ്രതം എടുക്കുന്നതിന് മുന്നേ അവരുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒപ്പീനിയൻ എടുക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രഗ്നൻസിയിൽ കുഞ്ഞിനെ വളർച്ചക്കുറവ് വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ മാസം തികയാതെ പ്രസവവേദന വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ വിളർച്ചയുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഈ പ്രഗ്നൻസിയിൽ ഉണ്ടെങ്കിൽ വ്രതം എടുക്കുന്നത് ഉചിതമല്ല. അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ഒപ്പീനിയൻ ഗൈനക്കോളജിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണം വ്രതം അനുഷ്ഠിക്കാൻ. ഇപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ തീർച്ചയായും ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഭക്ഷണ ക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞിനെ ബാധിക്കുന്നുണ്ടോ? അപ്പോൾ കുഞ്ഞിൻ്റെ തൂക്കത്തിൽ, അതുപോലെയുള്ള കാര്യങ്ങൾ, കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൽ, ഇതിനൊക്കെ ഏതെങ്കിലും തരത്തിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്? ഭൂരിഭാഗം പഠനങ്ങളും ഗർഭിണിക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്നാണ് പറയുന്നത്. ചില സ്റ്റഡീസിൽ മാത്രം കുഞ്ഞിന് തൂക്കം കുറയാൻ സാധ്യത പറയുന്നുണ്ട്. അത് കൂടുതലും പ്രീവിയസ് പ്രഗ്നൻസിയിൽ തൂക്കക്കുറവോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ശരീരക്ഷീണമുള്ളവരോ അല്ലെങ്കിൽ അമ്മയുടെ ന്യൂട്രീഷൻ ഓൾറെഡി കുറവുള്ള ഗർഭിണിയാണെങ്കിൽ കുഞ്ഞിന് തൂക്കക്കുറവ് വരാൻ ഓൾറെഡി റിസ്ക് ഉള്ള പ്രഗ്നൻസിയാണ്. ആ ഒരു പ്രഗ്നൻസിയിൽ പിന്നെ വ്രതം എടുക്കുമ്പോൾ അപ്പോൾ തൂക്കക്കുറവ് വരാനുള്ള സാധ്യത കൂടുന്നുണ്ട്. ഇപ്പോൾ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, പൂർണ്ണ ആരോഗ്യതയാണ്, ശരീരക്ഷീണമൊന്നുമില്ല. വ്രതത്തിൻ്റെ സമയത്തും അഡിക്വേറ്റ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എടുക്കുന്നുണ്ട്, ജലാംശം ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കുറവാണ്. ഈ ഉറക്കം ഒരു വലിയ ഘടകമാണല്ലോ. ഈ നോയമ്പിൻ്റെ സമയത്ത് മിക്കപ്പോഴും അതിൻ്റെ സൈക്കിൾ തെറ്റിപ്പോകുന്നൊരു സമയമാണ്. അപ്പോൾ അത് ഈ ഗർഭിണികളുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? നമ്മൾ വ്രതം എടുക്കുന്ന ഗർഭിണികളോട് പറയുന്നത് പകൽ സമയത്ത് അധികം ക്ഷീണം വരുന്ന ജോലികൾ ഒഴിവാക്കുക. പറ്റുമെങ്കിൽ 2-3 മണിക്കൂർ ഒന്ന് റെസ്റ്റോ ഒന്ന് ഉറങ്ങുന്നത് നല്ലതാണ്. കാരണം ഉറക്കം ഒരു അവശ്യ ഘടകമാണ്. ഉറക്കം കുറയുന്നത് മൂലം
ഇപ്പോൾ ബ്ലഡ് ഷുഗറിൽ വേരിയേഷൻ വരാനും രക്തസമ്മർദ്ദത്തിൽ വേരിയേഷൻ വരാനെല്ലാം സാധ്യതയുണ്ട്, എസ്പെഷ്യലി ഒരു ഗർഭാവസ്ഥയിൽ. അപ്പോൾ അതുകൊണ്ട് ഗർഭിണി വ്രതമെടുക്കുമ്പോൾ കുറച്ചുകൂടി കെയർഫുള്ളായിരിക്കണം. പകൽ സമയത്ത് ശരീരത്തിന് ക്ഷീണം വരുന്ന ജോലികൾ ഒഴിവാക്കുക, കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ വ്രതാനുഷ്ഠാനവും ഗർഭിണികളും എന്നൊരു വിഷയമാണ് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ അത്തരം ഒരു വിഷയം ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു വിവരം തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്ന് തോന്നുന്നു. എടുക്കാൻ പാടില്ലാത്തത് ആർക്ക്, അതൊന്നുകൂടി നമുക്കൊന്ന് പറയാമോ? എടുക്കാൻ ആർക്ക് പാടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സെക്ഷൻ. ശരീര ക്ഷീണമുള്ള ഗർഭിണികൾ, അതായത് അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ഗർഭിണികൾ, വിളർച്ചയുള്ളവർ, ഗർഭാവസ്ഥയിൽ ഡയബറ്റിസ്, പ്രമേഹമുള്ളവർ, രക്തസമ്മർദ്ദമുള്ളവരും രക്തസമ്മർദ്ദം കുറവുള്ളവരും, കൂടാതെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ഇരട്ടക്കുട്ടികളോ അതോ അതിൽ കൂടുതൽ കുട്ടികളുള്ള പ്രഗ്നൻസി, കഴിഞ്ഞ പ്രഗ്നൻസിയിൽ കുഞ്ഞിന് തൂക്കക്കുറവോ അല്ലെങ്കിൽ മാസം തികയാതെ പ്രസവിച്ചിട്ടുള്ളവരോ, ഈ പ്രഗ്നൻസിയിൽ തന്നെ കുഞ്ഞിന് തൂക്കക്കുറവുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട്, വെള്ളത്തിൻ്റെ അളവ്, കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ അളവ് കുറവുള്ളവർ, അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ അസുഖങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ നോയമ്പ് എടുക്കുന്നത് ഉചിതമല്ല. കംപ്ലീറ്റ് അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി, ലോ റിസ്ക് പ്രഗ്നൻസി, ആരോഗ്യവതിയായ ഗർഭിണികൾ മാത്രമേ വ്രതമെടുക്കാവൂ. ഇതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പം നൊയമ്പ് വരുമ്പം പല വീടുകളിലും വലിയ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ വിശ്വാസങ്ങൾക്കും അപ്പുറത്തേക്ക് ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി വ്രതം അനുഷ്ഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡോക്ടർ നമ്മളോട് പങ്കുവച്ചത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ പങ്കെടുത്ത ഡോക്ടർ അനാമിക ഫ്രാൻസിസ് നമ്മുടെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, ആൻഡ് ഒബ്സ്റ്ററ്റിക്സ് വിഭാഗത്തിലും അസിസ്റ്റൻ്റാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വളരെ ഉപകാരപ്രദമായിരിക്കും പ്രേക്ഷകർക്ക് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നൊയമ്പ് എല്ലാവർക്കും അനുഷ്ഠിക്കാം, പക്ഷേ അനുഷ്ഠിക്കുന്നതിന് ആർക്ക് പാടില്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞ കൃത്യമായ കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും വരും മറ്റൊരു വിഷയവും ഡോക്ടറുമായി. നമസ്കാരം.